ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രകാശൻ ഐസിയുവിനെ വാർഡിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കല്യാണിയും കാദംബരിയും കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ കല്യാണി മരുന്നൊക്കെ എടുക്കുകയാണ്. ആ സമയത്ത് കാദംബരി പറയുന്നുണ്ട്, എന്നാലും അച്ഛനെ സമ്മതിക്കണം കേട്ടോ. സാധാരണ എല്ലാ വീടുകളിലും ആമക്കളാണ് അച്ഛന് ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്, അച്ഛനാണ് പെമ്മക്കളായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്. എല്ലാ അച്ഛന്മാർക്കും പെമ്മക്കളെയാണ് ജീവൻ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതേറെ കുറേയൊക്കെ ശരി തന്നെയാണ്. അച്ഛന്മാർക്ക് പെമ്മക്കളുടെ സ്നേഹം കൂടും. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാ, ഞങ്ങളെ പെമ്മക്കളെ കാണാനേ അച്ഛന് ഇഷ്ടമില്ല എന്ന് പറയാണ്. ആ സമയത്ത് പ്രകാശം പറയുന്നുണ്ട്, അതെ ഞാൻ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു മക്കളെ, പക്ഷെ ഇപ്പം എനിക്ക് നിങ്ങളെ കാണാതെ പറ്റുന്നില്ല. എന്തായാലും കല്യാണിയും കിരണും കറക്റ്റ് സമയത്ത് വന്നുകൊണ്ട് അച്ഛൻ രക്ഷപ്പെട്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും അതും ശരിയാ, കിരണും കല്യാണിയും വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ കിടന്ന് മരിക്കുള്ളായിരുന്നു. എനിക്ക് എൻ്റെ മക്കളെ പോലും കാണാനായിട്ട് ഇനി പറ്റില്ലായിരുന്നു എന്നൊക്കെ പറയാണ്. കാദംബരി പറയുന്നുണ്ട്, അങ്ങനെ അച്ഛൻ പെട്ടെന്നൊന്നും മരിക്കൊന്നുമില്ല അച്ഛാ, അച്ഛൻ ചെയ്ത് കൂട്ടിയതിനൊക്കെ അനുഭവിച്ചിട്ട് അച്ഛൻ മരിക്കുള്ളൂ എന്ന് പറയുമ്പോൾ കല്യാണി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചി എന്തൊക്കെയാണ് ചേച്ചി പറയണത്? അച്ഛൻ ഈ അവസ്ഥയിൽ കിടക്കുമ്പോഴാണോ ചേച്ചി ഇങ്ങനെയൊക്കെ പറയണത്? അവൾ പറയട്ടെ മോളെ, അവൾ പറയട്ടെ, ഞാൻ ചെയ്ത കാര്യങ്ങൾ തന്നെയല്ല അവൾ പറയണത്, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. അച്ഛനെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്തായാലും അച്ഛനെ എനിക്കിപ്പോൾ വലിയ വിശ്വാസമൊന്നുമില്ല. കല്യാണത്തിൽ ചെയ്തൊക്കെ ആലോചിക്കുമ്പോഴേ എനിക്കിപ്പോഴും അച്ഛനോട് ദേഷ്യമുണ്ട് എന്ന് പറയാണ്. മക്കളെ ഞാൻ പറയില്ലേ, ഇനി ഒരിക്കലും അച്ഛൻ അങ്ങനെ ആവർത്തിക്കില്ല. അച്ഛനിപ്പോൾ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ, ഓണത്തിന് എന്നാൽ നിങ്ങൾ മക്കളുടെ കൂടെ ഇരുന്നിട്ട് എനിക്ക് ഓണസദ്യ കഴിക്കണം എന്ന് പറയണം. അത് മാത്രമേ എനിക്ക് അവസാന ആഗ്രഹമായിട്ടുള്ളൂ. ഓണം കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസം മരിക്കുകയാണെങ്കിൽ പോലും എനിക്ക് കുഴപ്പമില്ലെന്ന് പറയുമ്പോഴേക്കും കാദംബരി പറയണ്ട്, അച്ഛൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഓണം ഒന്നല്ല വരാൻ പോണത്, ഒരുപാട് ഓണം വന്നിട്ടുണ്ട്, അപ്പോഴൊന്നും ഇല്ലാത്ത സ്നേഹമല്ല അച്ഛൻ ഇപ്പോൾ എന്ന് പറയാണ്. അന്നേ കല്യാണിക്ക് ഒരു തരി ചോറ് പോലും അച്ഛൻ കൊടുക്കില്ലായിരുന്നു. ചേച്ചി മതി, എന്താ ചേച്ചി ഇതെന്ന് പറയാണ്. ഞാനൊന്നും പറയണില്ല, കല്യാണി കൊച്ചിനെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കണത്. ഞാൻ എന്നാൽ പോയിക്കോട്ടെ, നിനക്ക് തിരക്കുണ്ടോ? തിരക്കൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, ചേച്ചി പോയിക്കോ, ഞാൻ നിന്നോളാം എന്ന് പറയാണ്. അങ്ങനെ കാദംബരി ശരിയെന്നാ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുക കേട്ടോ. കല്യാണി പ്രകാശിൻ്റെ അടുത്തേക്ക് നിൽക്കുകയാണ്. പ്രകാശിന് കല്യാണി പറയുന്നുണ്ട്, മോളെ കല്യാണി, കാദംബരി പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ നിനക്കും എന്നോട് പറഞ്ഞൂടെ? അത് കേൾക്കുമ്പോഴെങ്കിലും എനിക്ക് സമാധാനം കിട്ടും. മോള് മാത്രം എന്നെ ഒന്നും പറയുന്നില്ല. അല്ലെങ്കിൽ രണ്ടടി എന്നെ അടിച്ചൂടെ? എൻ്റെ കവിളത്ത് ഒരു അടി അടിച്ചൂടെ? അല്ലെങ്കിൽ ഈ പൊട്ടിക്കിടക്കുന്ന നെഞ്ചിലേക്ക് ഒരു ഒറ്റ അടി തന്നൂടെ? എന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല മോളെ, നീ എന്നെ ഒന്നും പറയുന്നുമില്ല ചെയ്യുന്നുമില്ല, എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് മോളെ എന്ന് പറയാണ്. അപ്പോഴേക്കും കല്യാണി പറയണ്ട, അച്ഛാ എനിക്ക് അങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല, നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കർമ്മഫലം നമുക്ക് തന്നെ കിട്ടും, അത്രയേ ഉള്ളൂ എന്ന് പറയാണ്. ആ സമയത്ത് പ്രകാശൻ പറയുന്നുണ്ട്, മോളെ കല്യാണി എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് ചുമ വരും കേട്ടോ. പ്രകാശിൻ്റെ നെഞ്ചി ഇങ്ങനെ തടവി കൊടുക്കുകയാണ് കല്യാണി. അയ്യോ അച്ഛാന്ന് പറയുമ്പോഴേക്കും കല്യാണിൻ്റെ കൈ ഇങ്ങനെ പിടിക്കുകയാണ് പ്രകാശൻ. എന്നിട്ട് പൊട്ടിക്കരയാട്ടോ. കല്യാണി പറയണ്ടേ, എന്താ അച്ഛാ എപ്പോഴും കരച്ചിൽ തന്നെയാണല്ലോ, എനിക്ക് കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല മോളെ, നിന്നെ ചെയ്ത് കൂട്ടിയ ദ്രോഹമൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമം സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കട്ടോ. കല്യാണിക്ക് പറയുന്നുണ്ട്, അച്ഛാ ഞാനൊരു കാര്യം പറയട്ടെ, അച്ഛൻ്റെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാവുമെന്നൊക്കെ എല്ലാവർക്കും പേടിയുണ്ട്. വിക്രമെങ്ങാനും ഇറങ്ങുമെന്നാണ് പറയുന്നത്. അച്ഛൻ്റെ സ്വഭാവം മാറുമെന്ന് നോക്കിട്ട് എല്ലാവർക്കും ടെൻഷനാണെന്ന് പറയുമ്പോഴേക്കും ഇല്ല മോളെ, അച്ഛൻ്റെ സ്വഭാവം മാറില്ല, പക്ഷേ പരോളിലിറങ്ങി വരുന്ന അവൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ലെങ്കിൽ അവനെ ഞാൻ തന്നെ ഇല്ലാതാക്കും എന്ന് പറയുമ്പോഴേക്കും കല്യാണി പറയണ്ട, അച്ഛാ അവൻ പരോളിലിറങ്ങിയിട്ട് നല്ല സ്വഭാവത്തോടെ അല്ല തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അവനൊരിക്കലും ജയിലിലേക്ക് പോകാൻ പറ്റില്ല. കാരണം കിരണേട്ടൻ്റെ അച്ഛനും കൂടി അവനെ തീർത്ത് കളയും എന്ന് പറയുമ്പോൾ പ്രകാശം പറയുന്നുണ്ട്, മക്കളെ അവനോട് തീർക്കണ്ടെന്ന് പറഞ്ഞേക്ക്, ഇടിച്ച് ചതച്ച് എൻ്റെ മുമ്പിലേക്ക് ഇട്ട് തരാൻ പറ, ഞാൻ അവനെ കഴുത്ത് നേരിക്ക് കൊല്ലും എന്ന് പറയാണ്. പുഞ്ഞാരിപ്പിച്ച് വളർത്തിയ എൻ്റെ പുഞ്ഞാര മോനെ ഞാൻ തന്നെ ഇല്ലാതാക്കും എന്ന് പ്രകാശൻ പറയുന്നുണ്ട്. പ്രകാശിൻ്റെ സംസാരത്തിൽ സത്യം ഉണ്ടെന്ന് കല്യാണിക്ക് പൂർണ്ണ വിശ്വാസമാവാട്ടോ. പിന്നീട് കാണിക്കുന്ന മനോഹറിനെയാണ്. മനോഹർ കുഞ്ഞെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. കൺമണി മോളെ, പുഞ്ഞാര മോളെ, ദേ അച്ഛൻ 2 ദിവസം ഇങ്ങനെ പോകട്ടോടി, എന്ത് പറയാനാ, എനിക്ക് നിന്നെ കൊണ്ടുപോകണമെന്നുണ്ട്, പക്ഷെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഞാനേ അമേരിക്കയിൽ പോയിട്ടെ തിരിച്ച് നാട്ടിലൊക്കെ വരുമ്പോൾ മോളെ കാണാൻ വേണ്ടി ശ്രമിക്കാൻ കേട്ടോ. കാണാൻ പറ്റുമെന്ന് അറിയില്ല, എങ്കിലും ഞാൻ എൻ്റെ മോളെ കാണാൻ വേണ്ടി നോക്കാം കേട്ടോ. എനിക്ക് നിന്റെ മുഖം പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ലടി എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മനോഹർ. ആ സമയത്ത് അത് കേട്ടുകൊണ്ട് സരി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മനുവേട്ട, മോളിത് എവിടെ പോയി കിടക്കുമായിരുന്നു? അത് ഞാൻ പുറത്തു വരുമോ? എന്തിനാ പുറത്തു പോയത്? അത് ഞാൻ ആൻറ്റിനെ കാണാൻ പോയത്. ആരെ? കിരണിൻ്റെ അമ്മേനെയോ? അതെ, എന്തിന്? അമ്മേനെ അവിടെ കുറച്ച് ദിവസം നിർത്തുമെന്ന് ചോദിക്കാൻ. എൻ്റെ മോളു അവർ പറ്റില്ലെന്ന് പറഞ്ഞല്ലേ, എന്നിട്ട് പിന്നെ എന്തിനാ അവിടെ പോയത്? ഇപ്പോഴും അതന്നെയാ പറഞ്ഞാൽ പറ്റില്ലെന്ന്. അഥവാ അവർ സമ്മതിച്ചാലും കിരണും കല്യാണം അതിന് സമ്മതിക്കില്ല മോളൂ, നീ അതൊന്നും നോക്കണ്ട. നോക്ക്, നമ്മൾ പോയി കഴിയുമ്പോൾ തന്നെ അവരെ നമ്മൾ 1 മാസത്തിൽ തന്നെ തിരിച്ചു വിളിക്കുമല്ലോ, നമുക്ക് വാടകയൊക്കെ കൊടുത്തിട്ട് പോവാം. മോള് വരാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു ഞാൻ എനിക്ക് പുറത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് മനോഹർ അവിടെ നിന്ന് പുറത്തേക്ക് പോവാട്ടോ. സരയുവിനാകെ ദേഷ്യം വരുന്നുണ്ട്. മനോഹറിനെ കൊത്തിക്കൊള്ള ദേഷ്യം സരയുവിനുണ്ട്. അങ്ങനെ സരയു ദേഷ്യത്തോട് കൂടി തന്നെ മനോഹറിനെ നോക്കുകയാണ്. മനോഹർ പോയി കഴിയുമ്പോൾ മോളുടെ അടുത്തേക്ക് നമ്മുടെ സരയു വന്നിരുന്നിട്ട് മോളെ നോക്കിയിട്ട് പൊട്ടിക്കരയാട്ടോ. മോളെ തലോടിക്കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സരയു.
പിന്നീട് കാണിക്കുന്നത് രാഹുലിനെയാണ്. രാഹുലിനെ കാണാൻ വേണ്ടി മനോഹർ ജയിലിൽ വന്നിരിക്കുക കേട്ടോ. മനോഹറിനെ കാണുമ്പോൾ രാഹുൽ ചോദിക്കുന്നുണ്ട്, ഓ നീയാണോ വന്നത്? പിന്നെ ആരാന്ന് വിചാരിച്ചു? അല്ല നിങ്ങൾക്ക് എത്ര മരുമക്കളുണ്ട്? എനിക്ക് മരുമക്കളില്ലടാ. അപ്പം ഞാനാരാ? നിന്നെ മരുമകനായിട്ട് കണ്ടിട്ടില്ലടാ എന്ന് പറയാണ്. ഓ പക്ഷേ എനിക്ക് കുറേ അമ്മായിച്ചന്മാരുണ്ട്. നിങ്ങളുടെ മരുമകനെ ഞാൻ തന്നെയാണ്. ഞാൻ ഇവിടുന്ന് പോയിട്ടില്ലല്ലോ. ഞാൻ വന്നത് വേറൊരു കാര്യം പറയാനാണ്. 2 ദിവസം കഴിയുമ്പോൾ ഞാൻ അമേരിക്കയിലേക്ക് പോകും. എൻ്റെ പുതിയ ഭാര്യ, ഓ നിങ്ങളടുത്ത് പറഞ്ഞില്ലല്ലോ, എൻ്റെ വിവാഹം കഴിഞ്ഞു. ക്രിസ്ത്യൻ പെണ്ണിനെ വിവാഹം കഴിച്ചിരിക്കുന്നത്. അടുത്തുള്ളൊരു പള്ളി വെച്ചിട്ടായിരുന്നു വിവാഹം. അപ്പോൾ അവൾ അമേരിക്കക്കാരിയാണ്. അപ്പോൾ അവളുടെ കൂടെ ഞാനും അമേരിക്കയിൽ പോകും 2 ദിവസം കഴിയുമ്പോഴേക്കും. അത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. നീ പോയിട്ട് നീ സുഖമായിട്ട് ജീവിക്കണടാ. എൻ്റെ മോളാ അനുഭവിക്കാൻ പോണത്. എൻ്റെ മോൾക്ക് ഇനി ഈ പ്രാവശ്യത്തെ ഓണം പോയില്ല എന്ന് പറയുമ്പോൾ മനോഹർ പറയുന്നുണ്ട്, ആര് പറഞ്ഞു? ഓണമൊക്കെ ഉണ്ട്. ഓണം വരെ തന്നെ നിങ്ങളുടെ മോളെ ഫോണൊക്കെ വിളിച്ചോളാം. അത് കഴിയുമ്പോൾ നിങ്ങളുടെ മോൾ സത്യങ്ങളൊക്കെ അറിയുമ്പോൾ അപ്പോഴായിരിക്കും പൊട്ടിത്തെറിയും കാര്യങ്ങളൊക്കെ. എന്തായാലും ഞാൻ പോകാൻ പോവാം. പക്ഷെ മനസ്സിലൊരു വിഷമം പോലെ. എന്താണെന്നറിയാവോ, നിങ്ങളുടെ കൊച്ചുമകളുണ്ടല്ലോ മാനസ, കൺമണി എന്ന് വിളിക്കണ മാനസ, അവളെ പിരിയാൻ എനിക്ക് വല്ലാത്തൊരു വിഷമം. അതൊക്കെ നിനക്കുണ്ടോടാ? അതെ, നിങ്ങളൊരു ബകാസുരനാണ്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ മോളെന്ന് വെച്ചാൽ ജീവനല്ലേ? അതുപോലെ തന്നെയാണ് എനിക്ക്. എല്ലാ പാരൻസിനും അവരുടെ മക്കളെന്ന് വെച്ചാൽ ജീവനാണ്. അവരെത്ര കൊള്ളിരത്തവരാണെങ്കിലും. അപ്പോൾ എനിക്കും എൻ്റെ മോളുടെ സ്നേഹമൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് മക്കളുണ്ട്. 150 മക്കളോളം എനിക്ക് ഉണ്ടാകും. പക്ഷെ ഇവളെ മുഖം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. 2 വയസ്സ് വരെ അവളുടെ കൂടെ നിന്നില്ലേ? അപ്പോൾ അതുകൊണ്ട് അവൾ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. അമേരിക്കയിൽ അവളെയും കൂടി കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഞാൻ കൊണ്ടുപോയേനെ. പക്ഷെ സരുവിനെ എന്ത് പറഞ്ഞു ഒതുക്കും? പിന്നെ പുതിയ ഭാര്യനെ പറഞ്ഞ് സമ്മതിപ്പിക്കണമല്ലോ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കൺമണി മോളെ ഞാൻ കൊണ്ടുപോയാനെ. ചിലപ്പോൾ ഞാൻ കൊണ്ടുപോയെന്നൊക്കെ വരും. അല്ല ബകാസുര, താൻ ജയിലിൽ കിടന്നപ്പോഴേ തൻ്റെ വണ്ണമൊക്കെ കുറയും. താൻ ബകാസുരൻ തൻ്റെ പേര് നിർത്താമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ തൻ്റെ വണ്ണമൊന്നും കുറഞ്ഞിട്ടില്ലല്ലോ. താൻ ഒന്നും കൂടി വണ്ണം വെച്ചല്ലോടോ. ഇപ്പം തനിക്ക് കറക്റ്റ് പേര് തന്നെയാണ് ബകാസുരൻ. അതുപോലെ തന്നെയാണ് താനിപ്പോൾ നിൽക്കുന്നത്. അതെ, നിനക്ക് നാണൂലടാ പെമ്പിള്ളയുടെ ജീവിതം ഇങ്ങനെ തൊലച്ചിട്ട് ഇങ്ങനെ പോകാനായിട്ട് ഒരു ഉളുപ്പില്ലടാ. അതെ, നിങ്ങളൊരു പെൺകുട്ടിയുടെ ജീവിതം തൊലച്ചല്ലോ. സംസാരിക്കാൻ കഴിവില്ലാത്തൊരു പെൺകുട്ടി. അപ്പം നിങ്ങൾക്ക് ഉളുപ്പൊന്നും തോന്നില്ലല്ലോ. അതുപോലെ തന്നെ എനിക്ക് നിന്നെപ്പോലെയാണോ ഞാൻ. നീയെ കുറേ എണ്ണത്തിനെ പറ്റിച്ചിട്ടില്ലടാ. പക്ഷേ ഞാൻ അങ്ങനെയല്ല എന്ന് പറയാണ്. ഒരു പെണ്ണിനെ പറ്റിച്ചു, നിങ്ങളുടെ സിസ്റ്ററിനെ പറ്റിച്ചു, അവരുടെ ഭർത്താവിനെ, അവരുടെ മക്കളെ എല്ലാവരും നിങ്ങൾ ചതിച്ചില്ലേ? എന്തായാലും അതൊന്നും പറയാൻ ഇപ്പം സമയമൊന്നുമില്ല. ഞാൻ പോകുന്ന കാര്യം പറയാൻ വേണ്ടി ഞാൻ വന്നത്. അപ്പോൾ ഞാൻ അമേരിക്കയിൽ പോയിട്ട് സുഖമായിട്ട് ജീവിക്കാൻ പോകണം. അപ്പോൾ ടാറ്റ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹർ അവിടെ നിന്ന് പോവുക കേട്ടോ. രാഹുലിനാണെങ്കിൽ ദേഷ്യം വരുവാണ്. പിന്നീട് കാണിക്കുന്ന ഗംഗപ്രസാദിനെയും അതുപോലെ തന്നെ വിക്രത്തിനെയാണ് കേട്ടോ. ഗംഗപ്രസാദ് പറയുന്നുണ്ട്, എടാ വിക്രമേ, നീ പരോളിൽ ഇറങ്ങുമ്പോൾ ഞാൻ ഇവിടുന്ന് ജയിലിൽ ചാടി എങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ രാഹുൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അല്ല അങ്കിളിൻ്റെ മുഖം എന്താ ആകെ മാറിയിരിക്കണത് എന്ന് വിക്രം ചോദിക്കുകയാണ്. അല്ല അങ്കിളിനെ കാണാൻ ആരാ വന്നത്? അവനാ വന്നത്, ആ മനോഹരൻ. മനുവേട്ടനാണോ വന്നത്? എന്നിട്ട് എന്ത് പറഞ്ഞു? അവൻ അമേരിക്കയിൽ പോവാണെന്ന്. അവൻ പുതിയൊരു പെണ്ണെ കല്യാണം കഴിച്ചു, അമേരിക്കക്കാരി. അവളുടെ കൂടെ അമേരിക്കയിൽ പോവാണെന്ന് പറഞ്ഞത്. അവൻ അവിടെ പോയി സുഖിച്ച് ജീവിക്കാൻ പോവാ. എൻ്റെ മോളുടെ അവസ്ഥ എന്താകുമെന്ന് ആലോചിച്ചിട്ട് എനിക്ക് പേടിയാവാ. അവള് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരിക്കും എന്ന് പറയുമ്പോൾ ഗംഗപ്രസാദ് ചോദിക്കുന്നുണ്ട്, അല്ല അങ്കിളെ, കഴിഞ്ഞ ദിവസം അങ്കിളുടെ മകൾ വന്നപ്പോൾ അവൾക്ക് എന്തോ അറിയാവുന്ന പോലെ സംസാരിച്ചു എന്നാണല്ലോ അങ്കിള് പറഞ്ഞത്. അപ്പോൾ അവൾ സത്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? എനിക്കറിയില്ല ഗംഗെ, സത്യങ്ങളൊക്കെ അറിഞ്ഞാൽ എനിക്കറിയില്ല അവളുടെ അവസ്ഥ എന്താവുമെന്ന്. ആ സമയത്ത് വിക്രം പറയുന്നുണ്ട്, അതെ സരുവിൻ്റെ സ്വഭാവം നിങ്ങളെക്കാളും എന്നല്ല എന്നെ പോലെ അറിയാവുന്ന വേറെ ആരുമില്ല എന്ന് വിക്രം പറയണം. അവളെ മനോഹറിനെ കുറിച്ചുള്ള സത്യങ്ങൾ അറിഞ്ഞെങ്കിലേ അവൾ ഒരിക്കലും മനോഹറിനെ വെറുതെ വിടില്ല. അവനെ കൊന്ന് അവൾ കളയും, അതെനിക്കറിയാം എന്ന് വിക്രം പറയാണ്. ആ സമയത്ത് രാഹുൽ പറയുന്നുണ്ട്, പക്ഷെ എന്തൊക്കെ വന്നാലും അവൻ മനോഹരൻ രക്ഷപ്പെട്ടല്ലോ. എൻ്റെ മോളെയും ചതിച്ച് എന്നെയും ചതിച്ച് എൻ്റെ ഭാര്യനെ ചതിച്ചിട്ട് കുറേ പെണ്ണുങ്ങളെ ചതിച്ച് അവൻ രക്ഷപ്പെട്ട് പോകുവാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് രാഹുൽ അവിടെ നിന്ന് പോകാൻ പോകുമ്പോഴേക്കും നമ്മുടെ വിക്രം പറഞ്ഞിട്ട്, പോട്ടെ അങ്ങളെ, നോക്ക് ഒരു കണക്കിന് അവൻ പോയത് നന്നായില്ലേ? എന്തിനാ അവനെ പോലത്തെ ഒരുത്തൻ സരിയൂന അവൻ പോയത് നന്നായില്ലേ? പക്ഷെ അവൻ പോയത് ജയിലിലേക്കൊന്നും അല്ലല്ലോടാ. അവൻ പോണത് സുഖമായിട്ട് ജീവിക്കാനല്ലേ. അതാ എനിക്ക് വിഷമം എന്ന് പറഞ്ഞിട്ട് രാഹുൽ അവിടെ നിന്ന് പോവാണ്. രാഹുൽ പോയി കഴിയുമ്പോൾ ഗംഗപ്രസാദ് പറയുന്നുണ്ട്, എടാ വിക്രമേ, അവനുണ്ടല്ലോ മനോഹരൻ, അവനെ വേണ്ടിയിട്ട് കൊട്ടേഷൻ തന്നിട്ടുണ്ട് എനിക്ക് ഈ അങ്കിള്. പക്ഷെ ഇയാൾക്കറിയില്ലല്ലോ ഞാനും അവന് സുഹൃത്തുക്കളാണെന്ന്. തമിഴ്നാട്ടിൽ വെച്ചിട്ട് എനിക്ക് അവനെ അറിയാടാ. എനിക്ക് അവനോട് വല്ലാത്തൊരു ബഹുമാനമാണ്. എന്താണെന്നറിയാവോ, എത്ര പെണ്ണുങ്ങളാണ് അവൻ്റെ വലയിൽ വീഴുന്നത്. അവനൊരു പെണ്ണിനെ നോട്ടം ഇട്ട് കഴിഞ്ഞാൽ അവളെ വലയിൽ വീഴ്ത്തിയിരിക്കും. അങ്ങനത്തെ ഒരു കഴിവുണ്ട്. എല്ലാ പെണ്ണുങ്ങളും അവൻ വിചാരിച്ച എല്ലാ പെണ്ണുങ്ങളും വലയിൽ വീഴ്ത്താൻ പറ്റും. എന്തൊരു കഴിവാണല്ലോ അവന്. നമുക്കൊന്നും ഇല്ലാത്ത കഴിവ് അവനുള്ളത്. നമ്മൾ ആൾക്കാർ ഇടിക്കും പറിക്കുമെന്ന് മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷെ അവനെ പെണ്ണുങ്ങളെ വീഴ്ത്താൻ കഴിവുണ്ട്. അതൊരു കഴിവ് തന്നെയാണടാ. ആ കഴിവുള്ളത് കൊണ്ട് എനിക്ക് അവനോട് വല്ലാത്തൊരു ബഹുമാനമാണ്. അപ്പോൾ കൂട്ടുകാരൻ തന്നെയാണ് കൊട്ടേഷൻ തന്നേലേ. അതെ, അവൻ്റെ കൂട്ടുകാരാണെന്ന് അങ്കിളിനോട് നീ പറയണ്ടട്ടോ എന്ന് ഗംഗപ്രസാദ് പറയുന്ന ഭാഗത്തോടെയാട്ടോ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.